ഇതാണ് റൂം. മൂപ്പര് അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കുട്ടി ഒന്ന് ഉഷാറായാൽ സംഗതി നടക്കും. പിന്നെ കാര്യം നടന്നു കഴിഞ്ഞാൽ എന്റെ കമ്മീഷന്റെ കാര്യം മറക്കരുത്. അതൊക്കെ ഞാൻ മറക്കും അങ്കിളേ. അങ്ങനെ എല്ലാവരും പറയാം, പക്ഷെ കാര്യം കഴിഞ്ഞ അങ്ങനെയല്ല. അതുകൊണ്ട് ഓർമ്മിച്ചാ പോയാ. അതെന്താ ഈ വൈക്കൊക്കെ? നമസ്കാരം അങ്കിൾ. അസ്സലാമലൈക്കും. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ അടുത്ത മാസം 1-ാം തീയതി ആരംഭിക്കുകയാണ്. ചെറിയൊരു ഇന്റർവ്യൂ, അത്രേ ഉള്ളൂ. ഇന്റർവ്യൂ ഫെയിലായ പേയ്മെന്റ് അല്പം കൂടും. അല്ല അത് പേടിക്കണ്ടെന്നേ, ഈസി ക്വസ്റ്റ്യൻസ്, അത്രേ ഉള്ളൂ. അല്ല അതിപ്പോ നിങ്ങൾ ഈ പറഞ്ഞപ്പോ ഇവിടുത്തെ നിലവിൽ ഇവിടെയുള്ള കുട്ടികളൊക്കെ ഇപ്പൊ ഓരോരോ സ്കൂളുകളിൽ ചേർത്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നിങ്ങൾ ഈ അധ്യാപനം പകുതിയാവണ സമയത്ത് വന്നിട്ട് പറഞ്ഞാലേ എങ്ങനെ? അയ്യോ, ഞങ്ങള് സ്കൂളിന്റെ നഴ്സറിയുടെ അഡ്മിഷന് വേണ്ടി വന്നതല്ല. അത് പിന്നെ ഞാൻ ഇന്നാള് വന്നപ്പോ എന്നോട് പറഞ്ഞില്ലേ ഓൾഡ് ഏജ് ഹോമിന്റെ കാര്യം? എന്ത്? ഈ വയസ്സായവരൊക്കെ താമസിക്കുന്ന സ്ഥലേ, അവിടുന്ന് വന്നിട്ടുള്ള കുട്ടിയാ. ഞാൻ എന്റെ എല്ലാ കഥകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങളുടെ ഇനിയുള്ള ജീവിതം ഞങ്ങളുടെ കൂടെ ആക്കിക്കൂടെ? എങ്ങനെ? ലൈഫ് ടൈം സംരക്ഷണം, മാസം 2 സിനിമ, 6 മാസത്തിലൊരിക്കൽ ടൂർ, ഇതൊക്കെ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. നല്ല സുഖായിരിക്കടോ. അപ്പൊ ഈ അവിടെ ചേർന്നോ സുഖ? ഞാൻ അവിടെ ചേർന്നു. അല്ല ഞാനിപ്പോ എങ്ങനെ പെട്ടെന്നൊരു തീരുമാനം അങ്ങനെ ആലോചിച്ച് പറയാണ്ടേ? പെട്ടെന്ന് പറയണമെന്നില്ല, മക്കളോടൊക്കെ ആലോചിച്ച് തീരുമാനിച്ചിട്ട് അറിയിച്ചാ മതി. മതി അല്ലേ? പിന്നെ ചേരുവാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ. അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ. ചേരുമല്ലോ അല്ലേ? പിന്നെ അതെ, അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. കുട്ടി ധൈര്യമായിട്ട് പോയിക്കോ. എന്നാ ശരി. പിന്നെ ഈ അങ്കിളിനെ കൊണ്ടുപോകാനുള്ള വണ്ടി നാളെ രാവിലെ വരും. അതെ, ഈ നാളെ തന്നെ പോവാണ്. പിന്നെ റെഡി ആയിരുന്നല്ലോ. ശരി ശരി. ശരി ശരി. എന്നിട്ട് നീ വരണ്ടോ എന്റെ കൂടെ? ഞാനിപ്പോ എങ്ങനെ പെട്ടെന്നൊക്കെ? നീ ആലോചിക്ക്. ഞാൻ എന്തായാലും തീരുമാനിച്ചു. അപ്പൊ ഈ തീരുമാനിച്ചു ഉറപ്പിച്ച്? പിന്നല്ലാതെ ഞാൻ എന്തിനാണോ വെറുതെ ഇവിടെ കിടന്ന് അരി വറക്കണത്? മക്കളൊക്കെ സമ്മതിച്ചോപ്പതിന്? സമ്മതിച്ചോന്നോ? ഞാൻ പോവാന്ന് അറിഞ്ഞപ്പോ തന്നെ അവരുടെ മുഖത്തുണ്ടല്ലോ കാരുണ്യ ലോട്ടറിയുടെ 1 കോടി ഉറുപ്പ്യ അടിച്ച സന്തോഷ. എന്നാലും അതല്ലടോ, ഞാൻ പോവാന്നറിഞ്ഞ സ്ഥിതിക്കേ വട്ടച്ചെലവിന് ഒരു 10 ഉറുപ്പ്യെങ്കിലും തരണ്ടേ? അല്ല കാശ് തരാനാണെങ്കി പന്ന അവിടെ തന്നെ നിർത്തി നോക്കിയാ പോരെ ഓൽക്ക്? എന്നാലും അങ്ങനെയല്ലല്ലോടോ, മനസാക്ഷിയൊക്കെ ഇല്ലേ? എന്നിട്ടിപ്പോ എന്ത് ചെയ്യണ് കാശിന്? ഞാനാരാ മോൻ? ഓടണ പട്ടിക്ക് 1 മുളം മുമ്പേ ഞാൻ എന്റെ മക്കളുടെ നിന്ന് കുറച്ച് കാശൊക്കെ സ്വരൂപിച്ച് കയ്യിൽ വെച്ചു. ഇനിയും തികഞ്ഞില്ലെങ്കിലോ എന്ന് തോന്നിയപ്പോ മരോളുടെ ഒരു ചെയിനും ഞാൻ അടിച്ചു മാറ്റി. നന്നായി. വെറുതെ അല്ല ഞാൻ അവരെ നിർത്താത്തോര്. അല്ല ഇനിയിപ്പൊ അതാരെങ്കിലും അറിഞ്ഞോ? അറിഞ്ഞെനിക്കെന്താ, അവരെന്നെ പിടിച്ചങ്ങോട്ട് വിഴുങ്ങോ? ആയ കാലത്തെ അവരെന്നെ കുറെ പറ്റിച്ച് ജീവിച്ചതാ. ഇനി കുറച്ച് ഞാൻ അവരെയും പറ്റിക്കട്ടെ. എന്നാലും ഈ കൊച്ചുമക്കളെ വിട്ടിട്ട് എങ്ങനെയാണ്? കൊച്ചുമക്കള് കഴുത്തിലൊരു കോണവും കെട്ടിയിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലേക്കാന്നും പറഞ്ഞാണ്ട് എന്നിട്ടുണ്ട് കേറി വന്നിട്ടുണ്ട്. മുഖത്തൊക്കെ കളിയാക്കിയിട്ട് ഒരു ചിരി, കണ്ണിന്റെ നേരെ കണ്ടുകൂടാക്കാൻ പറ്റേ. കൊച്ചുമക്കള്. ഞാൻ പോവാ. നീയും വാടോ എന്റെ കൂടെ, നമുക്ക് അവിടെ അടിച്ചു പൊളിച്ചങ്ങോട്ട് കഴിയാ. അല്ല അതിപ്പോ ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് അങ്ങോട്ട് ഒരു കാശിന്റെ കാര്യത്തിൽ നീ പേടിക്കണ്ട, എന്റെ ഉണ്ട്. എന്നാലും നമ്മുടെ കുടുംബത്തിന്റെ ഒരു സംസ്കാരം അങ്ങോട്ട്. സംസ്കാരം? നീ സംസ്കാരം കെട്ടിപ്പിടിച്ച് മക്കളുടെ ചവിട്ടും തോണിയും കൊണ്ട് ഇവിടെ കടന്നോ? കിട്ടും ആനമുട്ട. എന്നാലും ഈ അനാഥ മന്ദിരം എന്നൊക്കെ പറയുമ്പോ ഒരു എന്താ കുഴപ്പം? നമ്മൾ ഈ മക്കൾ തണ്ടികളുടെ കാല് പിടിക്കണ്ടേ, നെഞ്ചും ഇരുത്തിട്ട് അഭിമാനത്തോടു കൂടി ജീവിക്കാം. എന്നാലും എനിക്ക് അങ്ങോട്ടൊരു എന്നാ നീ വരണ്ട, നീ കുടുംബം കെട്ടിപ്പിടിച്ച് കടന്നോ. ഞാൻ പോവാൻ തീരുമാനിച്ചു, ഞാൻ പോവാ. എന്നോട് പറഞ്ഞിട്ട് കാര്യം പറയട്ടെ. നിങ്ങൾ ഇവിടെ ചൂണ്ടിട്ടോണ്ടിരുന്നോ? നിങ്ങളെ കൊള്ളാഞ്ഞിട്ടാ ആമ്പിള്ളേര് സുഗതൻ ചേട്ടനെ കൊണ്ട് ഓൾഡ് ഏജ് ഹോമിലാക്കി. സുഗതൻ ചേട്ടൻ പോയാ? പോയി ഇന്ന് രാവിലെ. ഭാഗ്യം ചെയ്ത മക്കള്. നിങ്ങളുടെ ബാപ്പാന്റെ കാര്യത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞാൻ വല്ല വഴിക്ക് ഇറങ്ങിപ്പോവും. എനിക്ക് മടുത്തു. എന്നാ ഞാൻ രക്ഷപ്പെട്ടു. എന്താ? എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണ്. എന്ത്? ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോണതാ? അല്ല, ബാപ്പേനെ കൊണ്ട് കളയണത്. എന്തെങ്കിലും പറഞ്ഞ അപ്പ വരും കുറെ സാമൂഹ്യ പ്രവർത്തകരും ചാനലുകാരും സംസ്കാരം നശിച്ചെന്നും പറഞ്ഞു. അവർക്കൊക്കെ അത്ര നിർബന്ധമാണെങ്കിൽ ഇവറ്റോളെ കൊണ്ട് നോക്കാൻ പറ, അപ്പൊ വിവരം അറിഞ്ഞോളൂ. ആ സുഗതൻ ചേട്ടന്റെ കാര്യം പറഞ്ഞ് ഞാൻ വാപ്പേനെ ഒന്ന് ഇളക്കി നോക്കാം. പോന്നെങ്കി പോട്ട്. ശരിയാ, അപ്പൊ നാട്ടുകാർ നമ്മളെ കുറ്റം പറയേയില്ല. വന്ന് പറ.
പാപ്പ കൈവേദന എങ്ങനെയുണ്ട് പാപ്പ? അതൊക്കെ നല്ല രീതിയിൽ തന്നെ പോണുണ്ട്. വയസ്സായിട്ടും ബാപ്പയുടെ തമാശക്ക് യാതൊരു കുറവുമില്ല. ബാപ്പയുടെ ബെടാ ദോസ്ത് സൂതൻ ചേട്ടൻ ഓൾഡ് ഏജ് ഹോമിൽ പോയല്ലേ? ഞാൻ അന്വേഷിച്ചു പാപ്പ. നല്ല പേര് കേട്ട സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പൊ അങ്ങോട്ട് പോണുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡാണ് പാപ്പ. പാപ്പയ്ക്ക് അങ്ങോട്ട് പോകാൻ ആഗ്രഹം ഉണ്ടല്ലേ? ഇല്ല. പാപ്പ ഇവിടെ ഇരുന്ന് എന്റെ കെട്ടിയോളുമായിട്ട് വഴക്കുണ്ടാക്കി പ്രയാസപ്പെടുമ്പോ വല്ലാത്ത മനപ്രയാസം പാപ്പ. അവിടെ ആകുമ്പോ വാപ്പയ്ക്ക് സുഖമായിട്ടിരിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ ചോദിച്ചേ. എന്നാ എനക്കൊരു മനപ്രയാസം ഇല്ല. ഇനി എന്റെ ഭാര്യക്ക് എന്തെങ്കിലും മനപ്രയാസം ഉണ്ടെങ്കിൽ ഈ ഓളവിടെ കൊണ്ടുപോയാക്ക്. അതിനിത്തിരി പുളിക്കും. അങ്ങനെ നിങ്ങൾ പറയുമ്പോ ഇവിടുന്ന് ഇറങ്ങി പോകാൻ വേണ്ടിട്ടൊന്നുമല്ല 3,51 പവനും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമുക്ക് എന്റെ ഒരു 3,51 പവനും വർഷങ്ങൾക്ക് മുമ്പ് മാസം തികയാതെ പ്രസവിച്ച എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഈ പോങ്ങനെ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നത് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടാ. വാപ്പ ഇങ്ങനെ അലമ്പുണ്ടാക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ പിടിച്ച് അകത്തി മന്ദിരത്തെ കൊണ്ടാക്കും. അതിന് വെച്ച വെള്ളം എന്റെ മോൻ അങ്ങോട്ട് വാങ്ങി വെച്ചോ. ആയ കാലത്ത് അനക്കൊക്കെ നക്കാൻ തന്നതേ വയസ്സാം കാലത്ത് ഇന്നെ നോക്കാനാ. അങ്ങനെ നോക്കണമെങ്കിൽ ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. മൂദേവി ഇന്നോട് സംസാരിക്കാടി. ദേ നിങ്ങളുടെ ബാപ്പാനോട് മര്യാദ സംസാരിക്കാൻ പറ. ബാപ്പ മര്യാദ സംസാരിക്കണം. എനിക്ക് ഇത്ര മര്യാദ തന്നെ ഉള്ളടാ. ഇനി വേണമെങ്കിൽ എന്റെ ഭാര്യനെ മര്യാദക്ക് തീർത്ത്. അതേ ഉമ്മ വാപ്പാരുടെ കാലടിയിലാണ് മക്കളുടെ സ്വർഗം എന്നാ ഖുർആൻ പറഞ്ഞേക്കണത്. അത് അങ്കമാലി കാലടി അല്ല, വാപ്പ ഉമ്മാരുടെ കാലടി. അത് ആദ്യം മനസ്സിലായിക്കോ. അവർക്ക് സ്വർഗമുള്ളോ. അല്ലാതെ ഒരു അലവലാതി പെണ്ണിന്റെ വാക്കും കേട്ടിട്ട് വാപ്പാനെ നരകത്തിലേക്ക് തള്ളി വിടലല്ല മക്കളെ ചെയ്യേണ്ടത്. വിളിച്ചയ്യ എന്തോടി അലവലാതി. അനക്കറിയില്ല. ഇപ്പൊ ഞങ്ങളെ പോലുള്ള വയസ്സായ ആളുകളുടെ സംരക്ഷണത്തിന് സർക്കാർ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാര്യം പറഞ്ഞ് ഒരു പരാതി അങ്ങോട്ട് കൊടുത്താല് 2 കോടതി കയറി ഇറങ്ങേണ്ടി വരും. നിയമങ്ങളൊക്കെ അങ്ങനെ ഒരുപാടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പോലെ ക്രിമിനേടി കൂടി അവർക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകില്ല. ഇനി എന്തൊക്കെ നിയമം ഉണ്ടായാലും ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറക്കും. അങ്ങനെയാണോ? അങ്ങനെയാണ്. എന്നാ പിന്നെ ഒന്ന് കണ്ടെത്തന്നെ മതിയല്ലോ കാര്യം. അങ്ങനൊരു തീരുമാനങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനൊരു നിലപാടെടുക്കാതെ ഇനി ഞാൻ ഇവിടെ കയറുന്ന പരിപാടിയില്ല. മക്കളുടെ മുമ്പിൽ അങ്ങനെ നോക്കേണ്ട കാര്യമുണ്ടോ? അതെന്താ തള്ളാർക്ക്? ആഹാ സാറേ ഒരു പരാതി. ബഹുമാനപ്പെട്ട പീഡനം, ഭീഷണി, പട്ടിണി, ഓൾഡ് ഏജ് ഹോം, പരാതി പരിഹാരം ഒക്കെ ശരിയാണോ? ശരിയാണ് സാർ. ആഹാ എന്നായിരിക്കും. പ്രശ്നം എന്റെ മന്മത, ഇന്നത്തെ കാലത്ത് ഈ കിളവന്മാരെ കൊണ്ട് വലിയ പ്രശ്നം. കാര്യമല്ല, എന്റെ വീട്ടിലുണ്ട് ഒരു മുതല്. എന്റെ അമ്മായിയപ്പൻ ആൾക്ക് 10-64 വയസ്സായി. കാലത്തെ എഴുന്നേറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് കുറെ കരി അങ്ങ് കലക്കും. എന്നിട്ട് തലയിലും മേത്ത് അവിടെ ഇവിടെയൊക്കെ പൂശിയിട്ട് ഒരു കുട്ടി ട്രൗസർ ഇട്ട് ടിവിയുടെ മുമ്പിൽ ഒരൊറ്റ ഇരിപ്പാ. എന്തുവാ കാണുന്നതെന്നറിയോ? ആ അതാ രസം. ഫാഷൻ ടി വി തീർന്നില്ല. ഇപ്പൊ കുറച്ചു ദിവസമായിട്ടേ ചാറ്റിങ് പഠിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് മോന്റെ പുറകെ നടപ്പാ. അവൻ പറഞ്ഞു കൈമണി തരികയാണെങ്കിൽ പഠിപ്പിക്കാന്ന്. സാറിന്റെ മോൻ പുള്ളിയുടെ പേരിലേ ജംഗ്ഷനിൽ ഒരു 10 സെന്റ് സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയെ നോക്കണേന്ന് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ അതുകൊണ്ട് വേറൊരു ഡിമാൻഡ് വെച്ചേക്കുക. പുള്ളിയെ നോക്കാൻ, പുള്ളിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും നടത്തിക്കാനും ഒക്കെ ഒരു ചെറുപ്പക്കാരി ഹോം നേഴ്സ് വേണമെന്ന്. എന്നിട്ട് ഞാൻ നോക്കാന്ന് പറഞ്ഞേക്കുക. ആ 10 സെന്റ് സ്ഥലം ഇങ്ങോട്ട് എഴുതി കിട്ടിയിട്ട് വേണം. പോലീസ് മുറിയില് ഒരൊറ്റ പിടി അങ്ങ് പിടിക്കണം. സാറെന്റെ പരാതിയാണ്. പരാതി കാറ്റി പറഞ്ഞല്ലോ സാറേ. പ്ലെയിൻ നല്ല പോക്കാണ് സാറേ പോയത്. അമ്മാവോ, പിള്ളേർക്കൊക്കെ എന്നാ പണി? മോൻ കോൺട്രാക്ടറാണ്. പിന്നെ മരുമോള് ഒരു സ്കൂളില് ടീച്ചറാ. മന്മതോ,
ഇന്ന് വൈകിട്ട് തന്നെ രണ്ടുപേരോടും കൂടി വരാൻ പറ. ഓ സാർ. ഇന്നത്തെ ക്രമസമാധാനം ഒന്ന് ശരിയാക്കാൻ. പിന്നെ വേണം സാർ. അപ്പോ അമ്മാവാ പൊക്കോ, അവര് വരട്ടെ, ഞാനൊന്ന് വിളിപ്പിക്കാം, എന്താ സ്ഥിതി എന്ന് നോക്കട്ടെ. വേണ്ട പോലെയൊക്കെ ഒന്ന് ചെയ്യണം. തീർച്ചയായും ധൈര്യമായിട്ട് നോക്കാം. നിങ്ങൾ പട്ടി ചന്തയ്ക്ക് പോയിട്ട് വരണ കണ്ടിട്ടുണ്ടാ? ഇല്ല. നോക്ക്. ചിരിച്ചടാ ചിരിച്ചോ, വയസ്സാം കാലത്ത് ഇതിന്റെ ഇരട്ടി എനിക്ക് കിട്ടും, ഓർത്തോ. ഇല്ല ഫാദർ, ഞാൻ 2 പെൻഷൻ പ്ലാനിൽ ചേർന്നിട്ടുണ്ട്. വയസ്സാം കാലത്ത് ജീവിക്കാനുള്ള എനിക്ക് അതിൽ നിന്ന് കിട്ടിക്കോളും. ഈ നശിച്ചു പോകണടാ വെച്ചാലേ. എല്ലാം നശിക്കും ഫാദർ. നത്തിങ് ഈസ് പെർമനന്റ് ഇൻ ദ വേൾഡ്. ഈ ഒരു കാലത്തും ഗുണം പിടിക്കൂലടാ ദ്രോഹി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് പോരി, കളന് ഭ്രാന്തായിന്ന് തോന്നണ്. വാ ഇങ്ങോട്ട്. എന്താ സാർ വിളിപ്പിച്ചേ? അമ്മാവനൊന്ന് പുറത്തേക്ക് ഇരിക്കും, ഞാൻ ഇവരോടൊന്ന് ചോദിക്കട്ടെ. ഇരിക്കും. പരാതി എവിടെ? സാറോട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇരിക്കൂ. ജനിപ്പിച്ച തന്തയിലാണ് റാസ്കൽ. കുറച്ചൊക്കെ മാന്യ മര്യാദ പെരുമാറിക്കൂടെ? വയസ്സാകാരുടെ എവിടെ പോകാ? മാതൃക മാതൃക. സോറി സോറി, ഇരിക്കേ. പേടിക്കണ്ട, ഇത് സാറിന്റെ പഴയ സ്വഭാവം. ഇരുന്നോളൂ. ഇരിക്കൂ കൂട്ടാ. വേണ്ട സാർ, നിന്നോളാം. ഇരിക്കടാ. ഇരിക്കത്. പറ മക്കളെ, എന്താ നിങ്ങളുടെ പ്രശ്നം? ആ അമ്മാവൻ പറഞ്ഞത് സത്യാണോ? എന്താന്ന് വെച്ചാ തുറന്നു പറ. സാറ് വെറും തങ്കപ്പെട്ട മനുഷ്യനാ. പറ. സാറേ വാപ്പയ്ക്ക് കുറച്ച് ചോറ് എടുക്കണതോ കിടക്ക ഇടം കൊടുക്കണതോ നോക്കുന്നൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. പിന്നെ അങ്ങനെ വിഷമാണ്, നല്ല എൻഡോസൾഫാൻ വിഷം. സാറിനറിയാമോ, ഒരു സീരിയലോ സിനിമയോ കാണാൻ സമ്മതിക്കില്ല. TV ഓൺ ചെയ്താൽ അപ്പ വരും, ഇത് മുഴുവൻ അവിഹിതമാണ്, കുടുംബകലഹം ഉണ്ടാവും പറഞ്ഞു. അങ്ങനെ അതങ്ങ് ഓഫ് ചെയ്യും. പിന്നെ സാറേ, കുട്ടികൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ചുറ്റും കിടന്ന് കറങ്ങും. രാത്രിയും പകലും ഒക്കെ ചോദിക്കുമ്പോ പറയും പിള്ളേർ വഴിതെറ്റി പോകും. എന്റെ അമ്മായിയപ്പന്റെ അതേ പ്രകൃതം. പിന്നെ പുതിയ തരത്തിലുള്ള ഒരു ചെരുപ്പോ ഡ്രസ്സോ ഒന്നും ഇടാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ കാര്യം പോട്ടെ, ഹൈ ഹീൽഡ് ചെരുപ്പിട്ടതിന് അപ്പുറത്തെ വീട്ടിലെ ഡോക്ടറുടെ ഭാര്യയെ കുന്തക്കാലിന്ന് വിളിച്ചു. എന്ത് കുന്തക്കാലിന്ന്? ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് കുറച്ചു നേരം വർത്താനം പറയാനായിട്ട് അടുത്ത വീട്ടിലെ പെണ്ണുങ്ങള് എന്റെ വീട്ടിലേക്ക് വരും. അവര് വന്ന ഉടനെ കണ്ടവന്റെ കുറ്റം പറയാതെ എണീറ്റ് വീട്ടിൽ പൊടിയെന്നും പറഞ്ഞ് അവരെയൊക്കെ ഓടിച്ചു. ഇപ്പൊ ആരും ഞങ്ങളുടെ വീട്ടിൽ വരാറില്ല. അതുകൊണ്ട് എന്താ, ഒരു കാര്യവും ഞാൻ അറിയാറുമില്ല. ഈ സാറ് പറ, കിളവന്റെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് കിളവനെ കൊണ്ടുവന്ന് വല്ല അഗതി മന്ദിരത്തിലാക്കാന്ന് വിചാരിച്ചത്. കാശ് വാങ്ങാൻ സാരമില്ല, ശല്യം സാർ. അതിന് സമ്മതിക്കില്ല. ഇനിയിപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? സാർ തന്നെ പറ. ന്യായം മുഴുവൻ ഇവരുടെ ഭാഗത്താണ് സാറേ. അത് ശരിയാ. പാവം എന്തെല്ലാം അനുഭവിച്ചു ഈ ചെറുപ്രായത്തില്. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ എന്നാലും ഇങ്ങനൊരു പരാതി തന്ന സ്ഥിതിക്ക് സംഗതി പ്രശ്നമാണ് സാർ. ഇമാതിരി കളവന്മാരെ സംരക്ഷിക്കാനായിട്ടേ സീനിയർ സിറ്റിസൺ ആക്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാർ കുറെ ആക്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്കിയില്ലെങ്കിലേ നല്ല ശിക്ഷ കിട്ടും, തടവും കിട്ടും.
സാർ എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് രക്ഷിക്കണം. നിങ്ങളുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇതിനേക്കാളും വിഷമുള്ള ഒരു മുതല് എന്റെ വീട്ടിലുണ്ട്. ഉണ്ടോ ഉം. സാറേ, കേട്ടെടുത്തോളം ഇവര് പാവങ്ങളാ. സാർ എങ്ങനെയെങ്കിലും ഇവരൊന്ന് സഹായിക്കും സാറേ. സാറേ, ഞങ്ങള് എന്ത് വേണമെങ്കിലും ചെയ്യാം. പാവങ്ങളാ സാറേ, ഞാൻ പറഞ്ഞില്ലേ, നല്ല മനസ്സുകാരാ, നല്ല ആൾക്കാരാ നിങ്ങൾ. അത് ചെയ്യാം. അന്ന് അങ്ങനെ ആവട്ടെ. നാളെ ഓ ഓ ഓ. കാണും. പരിചാത ആ കിളവനോട് ഇങ്ങ് വരാൻ പറ. നല്ല ആൾക്കാരാ സാറേ. അവർ പറഞ്ഞു കേട്ടില്ലേ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന്. എന്നിട്ട് എവരെയാണ് ആ കിളവൻ കുറ്റം പറയുന്നത്? കുറ്റം പറയുന്നത് ഇന്ന് അവനെന്ന്. ആ വരും മാറി. അമ്മാവാ എല്ലാ കാര്യങ്ങളും മകനോടും മരുമകളോടും പറഞ്ഞിട്ടുണ്ട്. ഇനി അമ്മാവനൊന്നും പേടിക്കണ്ട. ഞാനെല്ലാം കേട്ട്. എന്തെന്ന്? സാറ് അവരുടെ റാസ്കൾ എന്നൊക്കെ വിളിച്ച ഞാൻ കേട്ട്. പിന്നെ ഒന്നും കേൾക്കാൻ പറ്റിയില്ല. അതെന്തായാലും നന്നായി. അമ്മാവൻ ഇനി കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങണം. ആ ഈ ഒതുക്കമല്ല, വീട്ടിൽ പോയി ആ മോനും മരുമോളും പറയുന്നത് കേട്ട് ഒന്ന് ഒതുങ്ങി ജീവിക്കണമെന്ന്. ആ അമ്മാവാ അമ്മാവന് എത്ര ഓണം ഉണ്ട മുതലാ. പെരുന്നാള് പെരുന്നാള് പെരുന്നാളെങ്കിൽ പെരുന്നാള്. അപ്പൊ ആരാ ക്ഷമിക്കണ്ടേ? അവര് അല്ല, അമ്മാവൻ. ഇനിയിപ്പൊ അമ്മാവന്റെ പരാതി പ്രകാരം ആ ചെറുക്കനെ പിടിച്ച് ലോക്കപ്പിലിട്ട് 5-6 പൂശ. ആ അതുകൊണ്ട് പ്രശ്നം തീരൂല. അവളും പിടിച്ചിട്ട് 4 പൂശണം. ആ അങ്ങനെ ചെയ്താൽ എന്ത് പറ്റും? എന്ത് പറ്റും? ഇപ്പൊ കിട്ടുന്ന കഞ്ഞിവെള്ളം കൂടി കിട്ടാണ്ടാവും. ആ അതുകൊണ്ട് കിട്ടുന്ന കഞ്ഞിവെള്ളം കുടിച്ച് കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി ജീവിക്കാൻ നോക്ക്. അവര് നല്ല മനസ്സിന്റെ ആൾക്കാരായോണ്ടാ കഞ്ഞിവെള്ളമെങ്കിലും തരണത്. ഇനി വീട്ടിലിരിക്കാൻ ബോറടിയാണെങ്കിൽ അമ്മാവും വല്ല തീർത്ഥാടനത്തിനും പോകും. ഹജ്ജ്. ആ ഹജ്ജ്. അപ്പൊ പിള്ളേരും രക്ഷപ്പെടും. ഏത് കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് അമ്മാവൻ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോകും. എന്റെ പരാതി പോയേ ആ താനെന്താടോ ഇങ്ങനെ ആലോചിച്ചോണ്ട് കിടക്കണ്? ഇവിടെ ആരും ഇല്ലേ? ഒക്കെ ജോലിക്കാന്നും പറഞ്ഞ് കെട്ടിയൊരുങ്ങി പോയിട്ടുണ്ട്. ഞാനേ പെൻഷന്റെ ഒരു പേപ്പർ വീട്ടിലുണ്ടായിരുന്നു, അത് എടുക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ കൂട്ടത്തിൽ അന്നൊന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. എങ്ങനെ ഉണ്ടോ തനിക്ക് അവിടെ? സ്വർഗല്ലടോ സ്വർഗം. മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഏത് നേരം ആൾക്കാരാ. മക്കള് കൊടുന്ന് തള്ളിയവരാ, എന്നാലും പരമസുഖ. ഞാനും കൂടി അങ്ങോട്ട് വന്നാലോന്നൊരു ആലോചന. അപ്പൊ എത്ര പെട്ടെന്ന് തന്റെ സംസ്കാരമൊക്കെ പുഴുങ്ങി തിന്നിട്ട് വയറ് നിറഞ്ഞ? അല്ല, ഇപ്പൊ തന്നെ പോയാലോന്നുണ്ട്. എന്നാ നമുക്ക് പോവാ. അല്ല, അതിനു മുമ്പ് ചെറിയൊരു പണി ഉണ്ട്. അതെന്ത് പണിയാ? ഈ പ്രായമായ തന്തേനെയും തള്ളേനെയും നോക്കാത്തവർക്കുള്ളൊരു പണി. ആ അത് ഈ കണ്ടിട്ടില്ലല്ലോ. എനിക്കിപ്പോ അത് നേരിൽ കാണാം കേട്ടാ. ആ ഹലോ, പത്രോഫീസല്ലേ? ആ ഒരു ചൂട് വാർത്ത ഉണ്ട്, ഉടനെ വരണം. അല്ല, എന്താ എന്റെ പരിപാടി? അതൊക്കെ ഉണ്ട്. അതിനു മുമ്പ് ഈന്റെ ഈ ജുബൊക്കെ ഒന്ന് അങ്ങോട്ട് വലിച്ചു കീറ്. ജുബ്ബ വലിച്ചു കീറി? അനക്കെന്താ ഭ്രാന്തുണ്ടോ? അതൊക്കെ ഉണ്ടോ ഈ വലിച്ചു കീറ്? പത്രക്കാരിപ്പോ വരും. നിറകാണ്. മതി. എന്തായാലും ഈ വീട് മേടിച്ച സമയത്ത് ഇങ്ങനെ ഒരു പട്ടിക്കൂടും കൂടി കൂട്ടത്തിൽ കിട്ടിയത് നന്നായി. അത് ഇപ്പൊ ഒരു ഉപകാരത്തിനായി. ഈ ഫോണൊന്ന് പിടിക്ക്.
പൂട്ടും താക്കോലും ഇട്ടിട്ട് ഇന്നൊന്ന് അങ്ങോട്ട് പൂട്ട്. ആ ഇതിട്ട് അങ്ങോട്ട് പൂട്ട്. പൂട്ടിയില്ലേ? ഉറപ്പില്ലേ? ഉറപ്പായി. ആ ഇനി നാളത്തെ ചൂടുള്ള വാർത്ത, പ്രായമായ പിതാവിനെ മകനും മരുമകളും കൂടി പട്ടിക്കൂട്ടിലിട്ട് പൂട്ടി. അങ്ങനെ ബാക്കി ചാനലുകാരും നോക്കിക്കോളും. പിന്നെ തന്റെ മകന്റെയും മരുമകളുടെയും കഥ കട്ടപ്പുക. ഞാനേ ഓന്റെ വാപ്പേ ന്യായം